നമ്മൾ പലപ്പോഴും കരുതിയിട്ടുണ്ടാവും, അതായത് എന്തുകൊണ്ടാണ് ഈ ബോഡി ബിൽഡേഴ്സ്, അതായത് ഈ സ്റ്റിറോയിഡൊക്കെ എടുത്തിട്ട് എന്തുകൊണ്ടാണ് അവർ ഇത്രയ്ക്ക്, ചില ആൾക്കാർ അതിനെ എതിർക്കുന്നവരുണ്ട്. അതേപോലെ എനിക്ക് സ്റ്റിറോയിഡ് അടിച്ചിട്ടുള്ള പരിപാടി വലിയ താല്പര്യമില്ല. പക്ഷേ ഞാൻ കരുതും ഇടയ്ക്ക്, എന്തുകൊണ്ടാണ് ഇവരൊക്കെ സ്റ്റിറോയിഡൊക്കെ അടിച്ചിട്ട് ഇത്ര കഷ്ടപ്പെട്ട് അവരുടെ ഹെൽത്തൊക്കെ കളഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അവരതൊക്കെ ചെയ്യുന്നത്? ഇപ്പോൾ ബോഡി ബിൽഡേഴ്സിൻ്റെ കാര്യമാണെങ്കിലും അതേപോലെ അത്ലീറ്റ്സിൻ്റെ കാര്യമാണെങ്കിലും അവർ ഇത്ര, അത് ഫുട്ബോളൊക്കെ ആണെങ്കിൽ പെരും ഇഞ്ചറിയാണ്. അതേപോലെ ഫൈറ്റിങ്, മറ്റേ UFC ഒക്കെ ആണെങ്കിൽ തന്നെ പോലെ ഇടി. അതേപോലെ ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഈ ചാലഞ്ചസ് ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കരുതുന്നു. അതായത് എന്താണ്, അതായത് എനിക്കത് മനസ്സിലാകാറില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ചെയ്യുന്നതെന്ന് ഞാൻ കരുതുന്നത്. അതായത് മൗണ്ടെയിൻ, അതായത് നമ്മുടെ എവറസ്റ്റിൻ്റെ മണ്ട കയറുക, പിന്നെ അതേപോലെ മൗണ്ടെയിൻ ക്ലൈമ്പിങ്, ഭയങ്കര റിസ്ക് ഒക്കെ എടുക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് അതായത് മനുഷ്യന്മാർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കരുതുന്നു. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ജീവിക്കുന്നുണ്ട് എന്നൊരു ഫീൽ കിട്ടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ്, അല്ലെങ്കിൽ നമുക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസസ്, അതായത് പുതിയ പുതിയ എക്സ്പീരിയൻസസ്, ഹ്യൂമൻ എക്സ്പീരിയൻസസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവരതൊക്കെ ചെയ്യുന്നത്. അവർ ചെയ്യുന്ന വഴി നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതായത് പണ്ടത്തെ ഏതൊക്കെ ടൈമിൽ എത്രയോ സ്പീഡ് കൊണ്ട് നമ്മൾ എത്രയോ ഡിസ്റ്റൻസ് കവർ ചെയ്ത് നമ്മൾ ചത്തുപോകുന്നൊക്കെ പണ്ട് വിശ്വസിച്ച ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എന്തിനാണ് മറ്റേ മൂണിലോട്ട് പോകുന്നത്, നമ്മുടെ ഹ്യൂമൻ എക്സ്പീരിയൻസസ് വർദ്ധിപ്പിക്കാനാണ്. മനസ്സിലായില്ലേ? അതേപോലെ എന്തിനാണ് കഷ്ടപ്പെട്ടിരുന്ന ഒരാൾ ഓരോ സയൻറ്റിഫിക് തിയറീസ് കൊണ്ടുവരുന്നത്. മനസ്സിലായില്ലേ? അതായത് നമ്മുടെ ഹ്യൂമൻ എക്സ്പീരിയൻസസ്, അതായത് അതിന് പ്രത്യേകിച്ചൊരു അർത്ഥമൊന്നുമില്ലെങ്കിലും വെറും ഓപ്ഷനിലാണ്. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനിക്കുന്ന തൊട്ടിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഓപ്ഷനിലാണ്. നമുക്കൊരു നിർബന്ധമില്ല നമുക്കൊരു ബോഡി ബിൽഡറായിട്ട് കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ നമുക്ക് വെറുതെ തിന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്താലും മതി. നമുക്ക് ജീവിക്കാൻ വലിയ പണിയൊന്നുമില്ല. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. അത് നമുക്ക് വേണമെങ്കിൽ കാറ് മേടിച്ചാൽ മതി, നിർബന്ധമില്ല. പക്ഷേ എല്ലാവരും എന്തുകൊണ്ടാണ് ഈ ചാലഞ്ചസ് ഏറ്റെടുത്തത്? നമുക്ക് ജീവിക്കുന്നുണ്ടെന്നുള്ളൊരു ഫീൽ കിട്ടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫീൽ കിട്ടത്തില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ ആൾക്കാർ ഈ ചാലഞ്ചസ് ഏറ്റെടുക്കുന്നത്. ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല അവരുടെ ചാലഞ്ചസ് കണ്ട്, ചില എതിർക്കും. എതിർക്കണമല്ലോ. അതേപോലെ എതിർക്കുന്നത് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. അതൊരു ഓപ്ഷണലാണ്. അതേപോലെ ഈ നമ്മൾ റിസ്ക് എടുക്കുന്ന ഇതൊക്കെ നമ്മൾ ജീവിക്കുന്നുണ്ടെന്നുള്ളൊരു ഹ്യൂമൻ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, നമ്മൾ ചാലഞ്ചസ് ഏറ്റെടുക്കുമായിരുന്നു. അതേപോലെ നമ്മുടെ ഇപ്പോഴത്തെ കൾച്ചർ എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് എളുപ്പമുള്ള ജീവിതമാണ്. അതായത് പണിക്ക് പോവുക, വീട്ടിൽ വരിക, ശമ്പളം കിട്ടുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളൊരു അങ്ങനത്തെ ഒരു നോർമൽ ജീവിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വലിയ ചാലഞ്ചസ് ഒന്നും എടുക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടൈം സ്പീഡിൽ അങ്ങനെ പോയി തീരും. അതായത് നമ്മൾ ഹ്യൂമൻ ഗ്രോത്ത്, നമുക്ക് എക്സ്പീരിയൻസസ് കൊടുത്തില്ല. അതായത് നമ്മളെ ഹ്യൂമൻസ് ഇങ്ങനെ ഇവോൾവ് ആകുന്നതിന് മെയിൻ കാരണം, അതായത് നമ്മൾ ഇത്ര ബുദ്ധിമാന്മാരായ നമ്മൾ പുതിയ ചാലഞ്ചസ് നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ അതിലോട്ട് ചെന്ന് ചാടി, അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയത്. പക്ഷേ സയൻറ്റിഫിക്കായി പറഞ്ഞാൽ കുറേ റീസൺസ് ഉണ്ടാകും. പക്ഷേ മെയിനായിട്ട് നമ്മുടെ ചാലഞ്ചസ് നമ്മൾ ഏറ്റെടുത്ത് ചെയ്താണ് നമ്മളിവിടെ എത്തിയത്. നമ്മുടെ ഹ്യൂമൻസ് അല്ലെങ്കിൽ കണ്ടില്ലേ? അപ്പോൾ നമ്മൾ മൃഗങ്ങളിലൊക്കെ വെച്ച് നമ്മൾ ഇതൊക്കെ സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ മറ്റേ സ്പേസിൽ നമ്മളവിടെ പോയി ലാൻഡ് ചെയ്തു, പല പരിപാടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാത്തിനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ചോദിച്ചാൽ ഒരു കാര്യമില്ല. നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ചത്തു പോകുമ്പോൾ വേറെ കാര്യം. പക്ഷേ നമ്മുടെ ഹ്യൂമൻ എക്സ്പീരിയൻസസ് കൂട്ടും. അതായത് നമ്മുടെ ബ്രെയിൻ ക്രേവ് ചെയ്തുകൊണ്ടിരിക്കുക എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ചെയ്യാൻ വേണ്ടി. നമ്മൾ വെറുതെ ചുമ്മാ മടി പിടിച്ചിരിക്കുകയല്ല, നമ്മൾ ഇതൊക്കെ ഒരു കാര്യമില്ലെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരു അർത്ഥമില്ലാത്തൊരു ഫീൽ വരും, മീനിങ്ലെസ് ഫീൽ വരും. ഇത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് ഒരു കാര്യമില്ല, നമ്മുടെ ടൈമിങ് ഇങ്ങനെ പോകുന്ന കാണാം. നമ്മളൊരു സുഖമില്ലാത്ത ജീവിതമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ നമ്മളെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് മീനിങ് തരുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും കാര്യം കണ്ടെത്തുക, ചെയ്യുക, ഇത്രേ ഉള്ളൂ സംഭവം. അത് നമുക്ക് സഫറിങ് ഇഷ്ടമാണ് നമ്മുടെ ബ്രെയിന്. പക്ഷേ നമ്മൾ അവോയ്ഡ് ചെയ്യും. കാരണം സഫറിങ്, ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് റിവാർഡ് കിട്ടത്തില്ല. പക്ഷേ അതായത് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. നമുക്ക് ടോളറൻസ് വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ട്. അതായത് അതിനെ പറ്റിയാണ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇവിടെ. അതായത് സംഭവം ഇതാണ്. അതായത് നമ്മൾ ഈ റിസ്ക്കുകൾ എടുക്കാൻ തുടങ്ങുക. റിസ്ക് എന്ന് പറഞ്ഞാൽ വലിയ മല മറിക്കേണ്ട സംഭവമൊന്നും വേണ്ട. ചെറുതായിട്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റുന്നതൊക്കെ ചെയ്യുക, അതാണ് സംഭവം. മനസ്സിലായില്ലേ? അതാണ് സംഭവം. മനസ്സിലായില്ലേ? അപ്പോഴാണ് ഇത്രേ ഉള്ളൂ.